അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 31 ചൊവ്വാഴ്ച. സ്പെയ്ഡ് എക്സിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനും വേർപെടുത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യ പരീക്ഷണത്തിനായുള്ള ISROയുടെ PSLV C60 സ്പെയ്ഡ് എക്സ് വിക്ഷേപണം വിജയം. സ്പെയ്ഡ് എക്സ് പരീക്ഷണത്തിനുള്ള ഇരട്ട ഉപഗ്രഹങ്ങളെ കൃത്യമായി ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാൻ PSLVക്കായി. ജനുവരി 7-നാണ് ഇരട്ട ഉപഗ്രഹങ്ങൾ ഒത്തുചേരുന്ന ഡോക്കിംഗ് നടക്കുക. ഉപഗ്രഹങ്ങളിൽ നിന്നും സിഗ്നൽ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടെന്ന് ISRO അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇക്കാര്യം കേന്ദ്ര സർക്കാർ കേരളത്തെ അറിയിച്ചു. മന്ത്രിസഭാ സമിതി ദുരന്തം അതിതീവ്രമായി അംഗീകരിക്കുകയായിരുന്നു. കേരളത്തിന്റെ നിരന്തരമായുള്ള ആവശ്യത്തിനാണ് കേന്ദ്രം അംഗീകാരം നൽകിയിരിക്കുന്നത്. എന്നാൽ കേരളത്തിനുള്ള പ്രത്യേക ധനസഹായത്തിൽ പ്രഖ്യാപനം ഇപ്പോഴുമില്ലെന്നാണ് വിവരം. വയനാട് ഉരുൾപൊട്ടലിൽ അമിത്ഷാ പറഞ്ഞത് ശുദ്ധ നുണയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൃത്യമായ കണക്കുകൾ കൊടുത്തതാണെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി കണക്ക് കൊടുക്കാതെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം സഹായം നൽകിയെന്നും ചൂണ്ടിക്കാട്ടി. BJPയെ കേരളം അംഗീകരിക്കാത്തതാണ് പകയ്ക്ക് കാരണം. കേന്ദ്രം സഹായം നൽകിയില്ലെങ്കിലും ദുരന്തബാധിതരെ അന്തസ്സോടെ പുനരധിവസിപ്പിക്കുമെന്നും ടൌൺഷിപ്പ് നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മൃദംഗനാദം നൃത്ത പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ ഉമ തോമസ് MLAക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്ത് കൊച്ചി പോലീസ്. സ്റ്റേജ് നിർമ്മിച്ച മുളന്തുരുത്തി സ്വദേശി ബെന്നി, മൃദംഗ മിഷൻ CEO ഷമീർ അബ്ദുൾ റഹീം, ഓസ്കാർ ഇവന്റ്സ് മാനേജർ കൃഷ്ണകുമാർ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കൃത്യമായി ബാരിക്കേഡ് സജ്ജീകരിക്കാതെയും മുൻവശത്ത് ഒരാൾക്ക് നടന്നു പോകുവാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലുമാണ് സ്റ്റേജ് ക്രമീകരിച്ചിരുന്നത്. അതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് പരാതികൾ ലഭിച്ചിട്ടില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. സിനിമാ താരങ്ങൾക്ക് നൃത്ത പരിപാടിയുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും. മൃദംഗ വിഷനായിരുന്നു പരിപാടിയുടെ സംഘാടകരുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായെന്നും കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്ക് നൽകിയ അനുമതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെന്നും പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. പുതുവത്സരാഘോഷവേളയിൽ ക്രമസമാധാനവും സ്വൈര്യ ജീവിതവും ഉറപ്പാക്കുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകി. ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, മാളുകൾ, പ്രധാന തെരുവുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡ്, വിമാനത്താവളം എന്നിവിടങ്ങളിൽ പോലീസ് പട്രോളിംഗും നിരീക്ഷണവും കർശനമാക്കും. വിവിധ ജില്ലകളിൽ പുതുവത്സരാഘോഷം നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ കർശനമാക്കുന്നതിന് സ്പെഷ്യൽ ടീമുകൾ രൂപീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതുവത്സരാഘോഷം പ്രമാണിച്ച് കൊച്ചിയിൽ കർശന സുരക്ഷ ഒരുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. കൊച്ചിയിൽ വിപുലമായ പോലീസ് സന്നാഹം ഏർപ്പെടുത്തുമെന്നും 1000 പോലീസുകാർ ഫോർട്ട് കൊച്ചി മേഖലയിൽ മാത്രം വിന്യസിക്കുമെന്നും കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളം മിനി പാകിസ്ഥാനാണെന്ന പ്രസ്താവന വിവാദമായതിന് പിന്നാലെ മലക്കം മറിഞ്ഞ മഹാരാഷ്ട്ര മന്ത്രിയും BJP നേതാവുമായ നിതേഷ് റാണെ കേരളം ഇന്ത്യയുടെ ഭാഗം തന്നെയാണെന്നും സംസ്ഥാനത്തെ ഹിന്ദുക്കളുടെ അവസ്ഥയെ താരതമ്യം ചെയ്യാനാണ് ശ്രമിച്ചതെന്നും റാണെ ന്യായീകരിച്ചു. കേരളം മിനി പാകിസ്ഥാനാണെന്നും അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവിടെ ജയിച്ചതെന്നായിരുന്നു നിതീഷ് റാണയുടെ പരാമർശം. കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ BJP നേതാവിന് കരുത്തു നൽകിയത് CPM നേതാവ് A. വിജയരാഘവൻ എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. മഹാരാഷ്ട്ര BJP മന്ത്രി നിതീഷ് റാണയുടെ പ്രസ്താവന ശുദ്ധ അസംബന്ധമാണെന്നും റാണയെ ഉടൻ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് പാർട്ടിയുടെ മഹാരാഷ്ട്ര ചുമതലക്കാരനായി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. വർഗീയ വിഷം തലക്ക് പിടിച്ച രാജ്യദ്രോഹം തുപ്പുന്ന മഹാരാഷ്ട്ര മന്ത്രി നിതേഷ് റാണയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മോദിയും ഫട്നാവിസും രാജ്യസ്നേഹികളാണെങ്കിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ പാകിസ്ഥാനോട് ഉപമിച്ച നിതേഷ് റാണയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന്
കോൺഗ്രസ് വക്താവ് അതുൽ ലോന്ധയും ആവശ്യപ്പെട്ടു. സിപിഎം നേതാവ് ഇ പി ജയരാജന്റെ ആത്മകഥ ചോർന്നതിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകി എഡിജിപി. ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി കോട്ടയം ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദിനാണ് നിർദ്ദേശം നൽകിയത്. പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിശ്വാസവഞ്ചന കുറ്റവും ഡിജിറ്റൽ കോപ്പി പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് IT ആക്ടും ചുമത്തും. ആത്മകഥ പകർപ്പ് അവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ പോലീസിന് നേരിട്ട് കേസെടുക്കാനാകില്ലെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ കേസെടുക്കാൻ പ്രത്യേക പരാതി ആവശ്യമില്ലെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ എഡിജിപി കോട്ടയം എസ്പിക്ക് നൽകിയിരിക്കുന്നത്. 2025 രണ്ടാം പകുതിയോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള പ്രവർത്തനം ആരംഭിക്കുമെന്ന് എയർ കേരള ചെയർമാൻ അഫി അഹമ്മദും കിയാൽ MD സി ദിനേഷ് കുമാറും. പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ണൂരിൽ നിന്ന് അടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് എയർ കേരള സർവീസും ആരംഭിക്കും. ഡിജിറ്റൽ അഡിക്ഷനും അതുമായി ബന്ധപ്പെട്ട മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ ആരംഭിച്ച് കേരള പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ. DDAD സെന്റർ എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സൌജന്യ കൌൺസിലിംഗിലൂടെ ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്ന് മുക്തമാക്കുകയും സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് മാതാപിതാക്കൾക്കുൾപ്പെടെ ബോധവൽക്കരണം നടത്തുകയുമാണ് DDAD സെന്ററിലൂടെ ചെയ്യുന്നത്. വെടിക്കെട്ടിന് നിബന്ധനകൾ ഏർപ്പെടുത്തിയ കേന്ദ്ര വിജ്ഞാപനത്തിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയിൽ. കേന്ദ്ര സർക്കാരിന്റെ വാണിജ്യ വ്യവസായ വകുപ്പിൽ നിന്ന് ഇറക്കിയ ഗസറ്റ് വിജ്ഞാപനം റദ്ദാക്കണമെന്നാണ് ദേവസ്വങ്ങൾ റിട്ട് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര വിജ്ഞാപനത്തിലെ നിബന്ധനകൾ ചൂണ്ടിക്കാട്ടിയാണ് വേല വെടിക്കെട്ടിന് ഇപ്പോൾ അനുമതി നിഷേധിച്ചത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടി സുനി പരോൾ ലഭിച്ചതിനെ തുടർന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. കൊടി സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് 30 ദിവസത്തെ പരോൾ അനുവദിച്ചത്. കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ DGP പരോൾ അനുവദിക്കുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് പ്രതികൂലമായിട്ടും ജയിൽ DGP അനുകൂല നിലപാട് എടുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. TP വധക്കേസ് പ്രതി കൊടി സുനിക്ക് പരോൾ നൽകിയ സർക്കാർ തീരുമാനം നിയമ സംവിധാനങ്ങളോടും നിയമവാഴ്ചയോടുമുള്ള പരസ്യമായ വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഉപചാപക സംഘത്തിന്റെയും ഇടപെടലിലാണ് കൊടി സുനിക്ക് പരോൾ അനുവദിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തെ തുടർന്ന് ഉയർന്ന ആരോപണങ്ങളിൽ വയനാട് SPക്ക് പരാതി നൽകി IC ബാലകൃഷ്ണൻ MLA. പണം വാങ്ങാൻ ആർക്കും നിർദ്ദേശം നൽകിയിരുന്നില്ലെന്നും തന്റെ പേര് ഉപയോഗപ്പെടുത്തി ആരെങ്കിലും പണം കൈപ്പറ്റിയെങ്കിൽ അന്വേഷണം വേണമെന്നും MLA നൽകിയ പരാതിയിൽ പറയുന്നു. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട കേസിൽ MS സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിലെ അധ്യാപകർ ഇന്നലെയും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഇന്നലെ രാവിലെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്താനായിരുന്നു അന്വേഷണ സംഘം അധ്യാപകരോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇന്ന് ചോദ്യം ചെയ്യലിനെത്താൻ മറ്റു ചില അധ്യാപകരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊല്ലം കുണ്ടറയിൽ അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അഖിൽ ശ്രീനഗറിൽ നിന്ന് പിടിയിലായി. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ 4 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് കുണ്ടറ CI V അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടത് സങ്കടകരമാണെന്നും വന്യജീവി ആക്രമണം തുടരുമ്പോഴും ഒരു നടപടിയും സ്വീകരിക്കാതെ സംസ്ഥാന സർക്കാരും വനം വകുപ്പും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനങ്ങളെ അണിനിരത്തിയുള്ള പ്രക്ഷോഭത്തിന് UDF നേതൃത്വം നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. സ്ത്രീധന പീഡനത്തെ തുടർന്ന് വിസ്മയ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി കിരണിന് 30 ദിവസത്തെ പരോൾ. പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും ജയിൽ മേധാവിയാണ് പരോൾ അനുവദിച്ചത്. 10 വർഷത്തെ തടവിനാണ് കിരണിനെ ശിക്ഷിച്ചത്. ഇടുക്കിയിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു.
സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ് ആവശ്യപ്പെട്ടു. MT വാസുദേവൻ നായർക്ക് ആദരമർപ്പിക്കുന്നതിനായി കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് ഇന്ന് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഇന്ന് വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. തൃശൂർ കുന്നംകുളം ആർത്താറ്റ് കിഴക്കുമുറിയിൽ വീട്ടമ്മയെ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. നാടൻചേരി വീട്ടിൽ സിന്ധുവാണ് മോഷണ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മുതുവറ സ്വദേശി കണ്ണൻ പോലീസ് പിടിയിലായി. ഇയാളിൽ നിന്നും തൊണ്ടി മുതലായ സ്വർണം കണ്ടെത്തി. നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. വെട്ടി വീഴ്ത്തിയ ശേഷം കഴുത്തറുത്ത് മാറ്റിയ നിലയിലായിരുന്നു മൃതദേഹം. സിന്ധുവിന്റെ സഹോദരി ഭർത്താവാണ് കണ്ണനെന്ന് കുന്നംകുളം SP വ്യക്തമാക്കി. മോഷണശ്രമം മാത്രമല്ല, മുൻ വൈരാഗ്യമുണ്ടെന്ന സംശയവും പോലീസ് പറയുന്നു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. റിയാദിലെ ജയിലിൽ 18 വർഷമായി കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും വൈകും. ഇന്നലെ റിയാദ് ക്രിമിനൽ കോടതിയിൽ നടന്ന സിറ്റിംഗിൽ കേസ് പരിഗണിച്ചെങ്കിലും കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞ് കേസ് മാറ്റിവെച്ചു. കേസ് മാറ്റിയത് ജനുവരി 15-ലേക്കാണ്. മോചനകാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള 5ാമത്തെ കോടതി സിറ്റിംഗാണ് ഇന്നലെ നടന്നത്. മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലീമിയുടെ അനുമതി. നിലവിൽ യമന്റെ തലസ്ഥാനമായ സനയിലെ ജയിലിലുള്ള നിമിഷപ്രിയയുടെ വധശിക്ഷ 1 മാസത്തിനകം നടപ്പാക്കിയേക്കും. കൊല്ലപ്പെട്ട യമൻ പൌരൻ തലാൽ അബ്ദു മെഹദിയുടെ കുടുംബമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും മാപ്പപേക്ഷയ്ക്കുള്ള ചർച്ചകൾ ഫലം കാണാതെ വന്നതോടെയാണ് ശിക്ഷ നടപ്പാക്കുന്നത്. മൻമോഹൻ സിംഗിന്റെ സ്മാരക വിവാദത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പുതിയ ആരോപണവുമായി BJP. രാജ്യത്ത് ദുഃഖാചരണം തുടരുമ്പോൾ പുതുവർഷം ആഘോഷിക്കാൻ രാഹുൽ വിയറ്റ്നാമിലേക്ക് കടന്നെന്ന് BJP ആരോപിച്ചു. എന്നാൽ ചിതാഭസ്മ നിമജ്ജനത്തിൽ കുടുംബത്തിന്റെ സ്വകാര്യത മാനിച്ചാണ് പങ്കെടുക്കാതിരുന്നതെന്ന് കോൺഗ്രസ് നേരത്തെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. 3 ആവശ്യങ്ങൾ ഉന്നയിച്ച് തമിഴക വെട്രി കഴകം അധ്യക്ഷനും നടനുമായ വിജയ് ഗവർണർക്ക് നിവേദനം നൽകി. തമിഴ്നാട്ടിൽ ക്രമസമാധാനം ഉറപ്പാക്കണം, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി വേണം, വെള്ളപ്പൊക്കത്തിൽ കേന്ദ്ര സഹായത്തിന് ഇടപെടണം എന്നിവയാണ് ആവശ്യങ്ങൾ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതിയ പദ്ധതി പ്രഖ്യാപനവുമായി ആം ആദ്മി പാർട്ടി ദേശീയ അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ. ദില്ലിയിൽ ക്ഷേത്രത്തിലെ പൂജാരിമാർക്കും ഗുരുദ്വാരയിലെ പുരോഹിതർക്കും പ്രതിമാസം 18,000 രൂപ ഓണറേറിയം ലഭിക്കുന്ന പൂജാരി ഗ്രന്ഥി സമ്മാൻ യോജന പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഇന്നാരംഭിക്കും. ഹൈടെൻഷൻ വൈദ്യുതി ലൈനിലേക്ക് കുരങ്ങൻ ചാടിയതിന് പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിലേക്ക് വൈദ്യുതി ലൈൻ പൊട്ടിവീണ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ 3 പേർ മരിച്ചു. നഗരത്തിലെ സോൻബർസ മാർക്കറ്റ് പ്രദേശത്തായിരുന്നു സംഭവം. ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവും 2 പെൺകുട്ടികളുമാണ് മരിച്ചത്. അസർബൈജാൻ എയർലൈൻസ് വിമാന അപകടത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്ന് റഷ്യ വാക്കു നൽകിയതായി അസർബൈജാൻ. കുറ്റവാളികളെ കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തീവ്രമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് റഷ്യയുടെ അന്വേഷണ സമിതി അസർബൈജാന് നൽകിയിരിക്കുന്ന ഉറപ്പ്. ഓസ്ട്രേലിയക്കെതിരായ 4ാം ടെസ്റ്റിലെ ഇന്ത്യയുടെ തോൽവിക്ക് പിന്നാലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരെ മുൻ താരം രവിശാസ്ത്രി. പരമ്പരയ്ക്ക് ശേഷം രോഹിത് ഒരു തീരുമാനമെടുക്കേണ്ടി വരുമെന്ന് രവിശാസ്ത്രി വ്യക്തമാക്കി. അതേസമയം വിരാട് കോഹ്ലി ഇനിയും 3-4 വർഷം കൂടി ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.